ക്രിസ്ത്യാനിയുടെ വിളി. ആലംബമറ്റവരുടെയും നിരാശരുടെയും അഗതികളുടെയും വിളി അവഗണിക്കാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും സാധിക്കില്ലല്ലോ. ഇത് ക്രിസ്തുദാസ ആശ്രമം. പാലക്കാട് ജില്ലയിലെ കുഴൽമന്നം പ്രദേശത്ത് ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നു. പാലക്കാട് പ്രദേശത്ത് ക്രിസ്തുഭക്തരായ അനേകരെ സംഭാവന ചെയ്ത ഈ ആശ്രമം 1924 മലങ്കര മാർത്തോമാ സഭയിലെ വൈദികരാണ് സ്ഥാപിച്ചത്. തിരുവിതാംകൂറിൽ നിന്നും കടന്നുവന്ന PI മത്തായി എന്ന സന്യാസി വൈദികൻ്റെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ പാലക്കാട്ടച്ചൻ എന്ന് വിളിക്കപ്പെട്ട റവറൻ ജോൺ P. വർഗീസിൻ്റെയും ശ്രമഫലമായി സ്ഥാപിക്കപ്പെട്ട ഈ ആശ്രമം ഒരു കാലഘട്ടത്തിൽ അനേകർക്ക് ആശ്രയവും അഭയവുമായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടം പാലക്കാട്ടെ ഗ്രാമപ്രദേശങ്ങളിലെ ഭൂരിഭാഗം വരുന്ന കർഷക ജനതയുടെ ജീവിതം അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതായിരുന്നു. വിദ്യാഭ്യാസം, ശരിയായ വൈദ്യസഹായം, ശിശുമരണ നിരക്കുകൾ, ജാതിചിന്തകൾ തുടങ്ങി അനേകം പരാധീനതകൾ സാധുക്കളായ ഈ കർഷക ജനതയ്ക്ക് മുന്നിലുണ്ടായിരുന്നു. അത്തരത്തിലുഴറിയ ഈ ഗ്രാമീണ ജനതയ്ക്ക് ക്രിസ്തുദാസ ആശ്രമം പുതിയൊരു ദിശാബോധം നൽകി. വിദ്യാഭ്യാസമില്ലായ്മ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന അനിശ്ചിതാവസ്ഥ തിരിച്ചറിഞ്ഞ് ആ കാലയളവിൽ പാലക്കാട്ട് ക്രിസ്തുദാസ ആശ്രമം 2 വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. എരുമയൂർ സെന്റ് തോമസ് മിഷൻ സ്കൂൾ, കുഴൽമന്നം ക്രിസ്തുദാസ ആശ്രമം UP സ്കൂൾ എന്നിവ കാലഘട്ടത്തെ അതിജീവിച്ച് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പുതുവഴികൾ കാട്ടി. ആയിരത്തി 1936 ക്രിസ്തുദാസ ആശ്രമം പാലക്കാട് കുഴൽമന്നത്ത് അശരണരും അഗതികളുമായ പാവങ്ങൾക്കായി ഒരു ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. ആതുര ശുശ്രൂഷാ മേഖലയിൽ ധാരാളം സേവനം ചെയ്ത ഡോക്ടർ ഏലി മാമൻ, ഡോക്ടർ മേരി സാം, ഡോക്ടർ ഏലിയാമ്മ അലക്സാണ്ടർ എന്നീ 3 വനിതാ ഡോക്ടർമാർ തിരുവിതാംകൂറിൽ നിന്നും തങ്ങളുടെ ജീവിതം ക്രിസ്തുവിനായി സമർപ്പിച്ച് പാലക്കാട്ടേക്ക് സേവനത്തിനായി എത്തിച്ചേർന്നു. ആയിരക്കണക്കിന് പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രസവ ശുശ്രൂഷാ മേഖലകളിലും പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെട്ട കാലയളവുകളിലും ഈ ഡോക്ടർമാർ വിദഗ്ധ സേവനം നൽകുകയുണ്ടായി. കാലഘട്ടങ്ങൾ മാറി പിന്നീട് ബിഷപ്പ് ഏബ്രഹാം മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട ഈ ആശുപത്രി പാലക്കാട് നഗരം വികസിച്ചപ്പോൾ വിസ്മൃതിയിലേക്ക് മറഞ്ഞെങ്കിലും ഇന്നും ഒരു ഡോക്ടറുടെ സേവനം ഉറപ്പാക്കി ഇവിടെ പ്രവർത്തിക്കുന്നു. നൂറോളം അനാഥ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കാനും ബോർഡിംഗ് വിദ്യാഭ്യാസത്തിലൂടെ അവരെ പഠിപ്പിച്ചയക്കാനും ക്രിസ്തുദാസ ആശ്രമത്തിന് സാധിച്ചു. ക്രിസ്തീയ ദർശനങ്ങളിലുള്ള അടിയുറച്ച നിലപാടുകൾ ഇത്തരത്തിൽ ആശ്രമ അംഗങ്ങളെ പരിമിതികൾക്കുള്ളിലും
നിരന്തരം പ്രചോദിപ്പിക്കുകയുണ്ടായി. ആചാര്യ മേരിക്കുട്ടി എന്ന സന്യാസിനി തൻ്റെ മുൻഗാമികളുടെ പാത പിന്തുടർന്ന് ഇന്ന് ക്രിസ്തുദാസ ആശ്രമത്തിന് നേതൃത്വം നൽകുന്നു. എൻ്റെ പേര് PS മേരിക്കുട്ടി, വീട് കോഴഞ്ചേരി, ഫാദറിൻ്റെ പേര് PV സാമുവേൽ. ചെറുപ്പം മുതൽ സുവിശേഷ വേലയിൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. എൻ്റെ വല്യമ്മച്ചി, എൻ്റെ അമ്മയുടെ അനിയത്തി കൊച്ചമ്മ, ഇവരൊക്കെ എനിക്ക് സുവിശേഷ വേലയ്ക്ക് വളരെ താല്പര്യം തരുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് വയസ്സിന് വലിയ വ്യത്യാസമില്ലായിരുന്നു. അന്നേരം എന്നോട് പ്രാർത്ഥനയുടെ കാര്യത്തിലും സുവിശേഷ വേലയുടെ കാര്യത്തിലും ഒക്കെ എന്നോട് പുള്ളി ഒരുപാട് എനിക്ക് സഹായിക്കുമായിരുന്നു. വല്യമ്മച്ചിയൊക്കെ ആണെങ്കിൽ എൻ്റെ ചെറുപ്പത്തിൽ എന്നെ എടുത്തുകൊണ്ട് പോയി മരാമൺ കൺവെൻഷനൊക്കെ പോകുമ്പോൾ അമ്മയെ എടുത്തുകൊണ്ട് പോയി അവിടെ ഇരുന്നുകൊണ്ട് അമ്മ പോയിരുന്നു പ്രാർത്ഥിക്കും. അപ്പോൾ ഞാനും അടുത്തിരിക്കും. അമ്മയുടെ ആ പ്രാർത്ഥന അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കും. പിന്നെ എൻ്റെ അമ്മ ചെറുപ്പത്തിലെ മരിച്ചെങ്കിലും അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മയ്ക്ക് എന്നെ സുവിശേഷ വേലയ്ക്ക് വിടണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നെന്ന്. പിന്നെ എനിക്കും അതിൽ താല്പര്യമായിരുന്നു, സുവിശേഷ വേല എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. ഓർമ്മകൾ ധാരാളമുണ്ട്. പലശന എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ താമസിച്ച ഞാൻ പറഞ്ഞല്ലോ, അവിടെയൊക്കെ യാതൊരു വൈദ്യസഹായവും ഇല്ലായിരുന്നു. വേറെ യാതൊരു വൈദ്യസഹായവും ഇല്ല. ആര് വിളിച്ചാലും അവിടെ ഗവൺമെൻറ് മിഡ്വൈഫ് ഉണ്ടായിരുന്നു, പക്ഷേ അവർ പഞ്ചായത്ത് മിഡ്വൈഫ് വിളിച്ചാലൊന്നും അവരൊന്നും പോകത്തില്ല, പേടിച്ചിട്ട് പോകത്തില്ല, രാത്രിയൊക്കെ വിളിച്ചാൽ പോകത്തില്ല. എന്നാൽ ഞങ്ങൾ ധൈര്യമായിട്ട് ഞങ്ങൾ അവരോട് പോകും. ധൈര്യം പോകുന്നു. അവരോട് ലൈറ്റോ അല്ലെങ്കിൽ സ്ത്രീകളോ രാത്രി സമയത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ ഞാനവരെ നല്ല വഴക്ക് പറയും. പിന്നെ അവർ വരുമ്പോൾ സ്ത്രീകളെയും കൊണ്ടുവരും, ലൈറ്റും കൊണ്ടുവരും, അങ്ങനെ വരും. പോകുമ്പോൾ ഞാൻ അവരോട് വഴിയിൽ നടന്നാണ് പോകുന്നത്. അന്ന് ഓട്ടോ ഇല്ല, കാറില്ല, ബസ്സില്ല, യാതൊന്നുമില്ല. രാത്രി സമയത്തൊക്കെ ഇങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോൾ കല്ലിങ്ങനെ മഴ പെയ്ത് മെറ്റിൽ കല്ലിങ്ങനെ പൊന്തിയിരിക്കും. അത് കാലേ കൊണ്ട് കയറും. ചെരുപ്പ് ഉണ്ടെന്നിരിക്കും. ചിലപ്പോൾ ചെരുപ്പ് ഞാൻ എടുക്കത്തില്ല, ചിലപ്പോൾ ചെരുപ്പില്ലാതായിരിക്കും പോകുന്നത്. ആ ചെരുപ്പില്ലാതെ പോകുമ്പോൾ കാലയിൽ ഇങ്ങനെ കുത്തി കയറും. പോകുന്ന ഇവിടെ കാട്ടിൽ അവിടെ ഇട്ടിയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ സ്ഥലത്തൊക്കെ പോകുമ്പോൾ കാട്ടിൽ കൂടാണ് പോകുന്നത് രാത്രി സമയങ്ങളിൽ. പോകുമ്പോൾ എന്നാൽ അവിടെയൊക്കെ ദൈവം അത്ഭുതകരമായിട്ട് അതിശയകരമായിട്ട് രാത്രി ഇട്ടിയമ്പാറയുന്നില്ല, മാരികുളമ്പെന്നില്ല. ആ സ്ഥാനത്തൊക്കെ മാരികുളമ്പ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വയൽ പ്രദേശത്ത് കൂടാണ് പോകുന്നത്. രാത്രി സമയത്തും പകൽ സമയത്തും വയലിൽ കൂടാണ് പോകുന്നത്. വയലിൽ കൂടെ നടന്ന് അവരുടെ വീട് ഇവിടെ വയലിൻ്റെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്കായിരിക്കും അവരുടെ വീട്. ആ മൂട്ട് ചെന്ന് പ്രസവത്തിനാന്നേ പ്രസവം മാത്രമല്ല, പനി കേസ്, വയറിളക്കം, മറ്റുള്ള കേസുകളൊക്കെ ഞങ്ങൾ അവിടെ വേറെ വൈദ്യസഹായം വരുന്നില്ലാത്തതുകൊണ്ട് ഇതിനൊക്കെ ഞങ്ങളെ വിളിക്കും. പിന്നെ കൂടുതലും പ്രസവ കേസിനാണ് വിളിക്കുന്നത്. പ്രസവ കേസിന് പോയി അവിടെ ചെന്ന് പ്രസവത്തിന് ചിലപ്പോൾ 1-2 ദിവസം ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് ആ വീട്ടിൽ. ചിലപ്പം ഒരു ദിവസം, അങ്ങനെ കുറച്ച് സമയം രോഗിയുടെ സ്ഥിതി അനുസരിച്ച് കൂടുതൽ സമയം ഒരു ദിവസം അങ്ങനെയൊക്കെ ഇരിക്കുന്നു കേട്ടോ. അവിടെ എല്ലാം ദൈവം അത്ഭുതകരമായിട്ട് ആ പ്രസവമൊക്കെ നടത്തി തന്ന്. പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്, പ്രയാസം ധാരാളം ഉണ്ടായിട്ടുണ്ട് പ്രസവത്തിന് പോകുമ്പോൾ. എന്നാലും ദൈവം അത്ഭുതകരമായിട്ട് ആ സ്ഥാനത്തൊക്കെ അതിശയമായിട്ട് നടത്തി. ആ നാമത്തിലൊക്കെയാണ് ഇന്നും മനുഷ്യർ ഞങ്ങളെ കണ്ടാൽ അയ്യോ കൊച്ചമ്മ എന്നും പറഞ്ഞ ഒരു സന്തോഷത്തോടെ ഇന്നും ഞങ്ങളെ അവിടെയൊക്കെ സ്വീകരിക്കുന്നത്. എനിക്ക് ആ വീടുകളൊക്കെ ഇന്നും കാണുമ്പോഴും എടുക്കുമ്പോഴും അവരെയൊക്കെ കാണുമ്പോഴും ഒക്കെ വലിയ സന്തോഷമാണ്. ഈ ബ്രാഞ്ചസാണെങ്കിൽ മാരികുളമ്പും ഇട്ടിയമ്പാറയും ഓരോരോ സ്ഥലങ്ങളിലെ ജനങ്ങളെയൊക്കെ കാണുമ്പോൾ ഇന്ന് എൻ്റെ സ്വന്തം പോലെ ഞാനും അവരെന്നെ ഇന്നും കാണുന്നത് അയ്യോ കൊച്ചമ്മ എന്ന് പറഞ്ഞ് എന്നെ കാണുന്നത്. പ്രസവ കേസൊക്കെ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഞാൻ ചെയ്യുമ്പോഴേ എൻ്റെ കൂടെ അന്നേരം ആരെങ്കിലും ഒരു സഹായി കാണും. ഞങ്ങളുടെ തന്നെ കൂട്ടത്തിൽ ഒരാൾ സഹായി കാണും. എല്ലാം കഴിഞ്ഞ് പിന്നെ അവിടെ അടുത്ത വീടുണ്ട്. അടുത്ത വീട്ടുകാരുടെ ഞങ്ങൾ അന്ന് കോഴിയൊക്കെ ഞങ്ങൾ വളർത്തും. അവരോട് പറയും അത് കോഴിക്കോട് രാത്രി വരിക എന്നൊക്കെ പറയും, കോഴിക്കോട് അടച്ചേക്കണേ ഞങ്ങൾ പോവാം എന്ന് അടുത്ത വീട്ടുകാരെ ഏൽപ്പിച്ച് ഞങ്ങൾ അങ്ങനെ പോകും. വരുമ്പോഴത്തേക്കും ഒരു പ്രയാസമില്ല. വീടൊക്കെ ഭദ്രമായിട്ട് ദൈവം തമ്പരാൻ കാവലായിരുന്നു. അവിടെ എല്ലാം സൂക്ഷിച്ച് ഐശ്വര്യമായിട്ട് ഞങ്ങളെ നടത്തി ഞങ്ങളെ വീട്ടിലെത്തും. കേസ് കഴിഞ്ഞ് സന്തോഷത്തോടെ ഞങ്ങൾ വീട്ടിൽ കടന്നു വരും. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ സൃഷ്ടിക്കാൻ ഒരുപാട് ദൈവത്തിന് എന്നെപ്പറ്റി ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശപ്രകാരം എന്നെ വിളിച്ചു, വേർതിരിച്ചു. എനിക്ക് ആ ബോധ്യമുണ്ട് മനസ്സിൽ ഉണ്ടായിട്ട് ഞാൻ ആ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. ഭർത്താവിൻ്റെ വയൽപ്രദേശത്ത് അന്നും ഇന്നും ഞാൻ എന്നെ കഴിയുന്നത്ര ദൈവം തന്നിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സുവിശേഷ
സുവിശേഷം അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ അറിഞ്ഞ സുവിശേഷം ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ്. അതാണ് കർത്താവിനെ ഈ സ്ഥാനത്ത് ആക്കിയിരിക്കുന്നത്. യേശു എൻ്റെ രക്ഷിതാവാണെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഞാൻ ഈ സത്യം മറ്റുള്ളവരോട് പറയണം, അവർക്ക് ഞാൻ കൊടുക്കണം. അതാണ് കർത്താവിനെ ഈ സ്ഥാനത്തൊക്കെ ആക്കിയിരിക്കുന്നത്. ആശ്രമമെന്ന ജീവിത അന്തസ്സിനോട് പൂർണ്ണമായും നീതി പുലർത്തി ജീവിക്കുന്ന ഈ സന്യാസിനിമാർ ക്രിസ്തുവിനെ സ്നേഹിച്ച ഒരു വലിയ സന്യാസി സമൂഹത്തിൻ്റെ അവസാന കണ്ണികൾ കൂടിയാണ്. ക്രിസ്തുദാസ ആശ്രമത്തിൽ ദീർഘകാലം സേവനം ചെയ്ത മറ്റൊരു മുതിർന്ന ആശ്രമ അംഗമാണ് സിസ്റ്റർ PS മറിയാമ്മ. ആതുര ശുശ്രൂഷ മേഖലകളിൽ ഏറെ പ്രവർത്തിച്ച സിസ്റ്റർ മറിയാമ്മ കാലമിത്ര കഴിഞ്ഞിട്ടും ദൈവമേൽപ്പിച്ച സേവന വഴികളിൽ വിശ്വസ്തയോടെ തുടരുന്നു. എൻ്റെ മാതാപിതാക്കൾ അവർ കർത്താവിനോടുകൂടെ ജീവിക്കുകയും ദൈവമായിട്ടുള്ള സംസർഗത്തിൽ ഞങ്ങളെ വളർത്തുവാൻ തക്കണ്ണമുള്ള ഭാഗ്യം അവിടുന്ന് നൽകി. ആ ദൈവകൃപയിൽ ആശ്രയിച്ച് വളർന്നതിൻ്റെ ഫലമായിട്ട് ചെറിയ പ്രായം മുതൽ ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തോടുകൂടെ ചേർന്ന് ജീവിക്കണമെന്നുള്ളതായ വലിയ താല്പര്യം ഉണ്ടായി. എൻ്റെ 8ാമത്തെ വയസ്സിൽ ഞാൻ കർത്താവിന് വേണ്ടി എൻ്റെ ഹൃദയം കൊടുത്തു. 13ാമത്തെ വയസ്സിൽ ദൈവ ശബ്ദം എന്നെ കേൾപ്പിച്ചു, നീ ലോകത്തിന് വേണ്ടി ജീവിക്കുമോ ദൈവത്തിന് വേണ്ടി ജീവിക്കുമോ. അങ്ങനെ 2 പ്രാവശ്യം കേട്ടിട്ടുണ്ടെ ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, ഈ ശബ്ദം ഞാൻ കേൾക്കുന്നു. അപ്പോൾ എൻ്റെ മാതാവ് പറഞ്ഞു, ദൈവസന്നിധിയിൽ നിന്നെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് കിടക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ എന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് തുടർന്ന് വളരുവാനുള്ള കൃപ ദൈവം തന്നു. ഞങ്ങളുടെ ഭവനത്തിലെ കുടുംബ പ്രാർത്ഥന വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. എൻ്റെ പിതാവ് എല്ലാ ദിവസവും ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ദൈവവചനത്തിൽ നിന്ന് കുറച്ച് സമയം എൻ്റെ അപ്പച്ചൻ്റെ ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ആ വിധത്തിൽ ഞങ്ങളെ വളർത്തിയെടുക്കുവാനുള്ള എല്ലാ നന്മകളും ദൈവം നൽകിത്തന്നു. ആ വിധത്തിൽ വളർന്ന് വന്നതിൻ്റെ ശേഷം എനിക്ക് സുവിശേഷ വേല ചെയ്യണമെന്ന് വലിയ താല്പര്യമായിരുന്നു. അതെവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നുള്ളതൊന്നും എന്നെക്കുറിച്ചൊരു ആ ചെറിയ പ്രായത്തിൽ അതിനെക്കുറിച്ചൊരു നിശ്ചയമില്ലായിരുന്നു. എന്നാൽ വളർന്നു വരുന്തോറും സൺഡേ സ്കൂളിൽ കൂടെയും കൺവെൻഷനിൽ കൂടെയും മാതാപിതാക്കൾ പോകുന്ന ആ പാതയെ പിന്തുടരുന്നതിൻ്റെ ഫലമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നെ സമർപ്പിക്കുവാനും പലപ്പോഴും ദൈവകൃപയിൽ ആശ്രയിച്ച് വളരുവാനും ദൈവം അവസരം ഒരുക്കി തന്നു. ആ താല്പര്യം ഹൃദയത്തിൽ ഉണ്ടായിരുന്നതിൻ്റെ ഫലമായിട്ടാണ് 1958 മാർച്ച് 3-ാം തീയതി മാരാമൺ കൺവെൻഷന് ഫെബ്രുവരിയിൽ അവിടെ നടക്കുമ്പോൾ ഡോക്ടർ ഏലി മാമൻ കൊച്ചമ്മ എൻ്റെ ഒരു അകന്ന ബന്ധുവായിരുന്നു. ആ ബന്ധത്തിൽ ഞാൻ കൊച്ചമ്മയുടെ അടുത്ത് വരികയും എൻ്റെ താല്പര്യവും കൊച്ചമ്മയെ അറിയിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് പാലക്കാട്ട് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു സ്വർഗാരോഹണത്തിന് മുൻപ് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാരെ ഇങ്ങനെ പറഞ്ഞ് ബലപ്പെടുത്തുന്നു,
എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് യെരുശലേമിലും യഹൂദിയയിലൊക്കെയും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. 1924 മലങ്കര മർത്തോമ സുറിയാനി സഭയുടെ സുവിശേഷ ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷമാണ്. അരയ്ക്ക് രക്ഷ കിട്ടിയും നീതി എന്ന കവചം ധരിച്ചുകൊണ്ടും സമാധാന സുവിശേഷം കാലിന് ചെരുപ്പാക്കിയും എല്ലാത്തിനും ഉപരിയായി വിശ്വാസമെന്ന പരിചയം ഏന്തിക്കൊണ്ട് മധ്യ തിരുവിതാംകൂറിൽ നിന്നും പാലക്കാടിൻ്റെ പ്രദേശത്തേക്കുള്ള സുവിശേഷ തീർത്ഥയാത്രയുടെ ആരംഭം. ഭാഗ്യസ്മരണീയനായ എബ്രഹാം മർത്തോമയുടെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് ഓരോ മർത്തോമക്കാരനും ഓരോ സുവിശേഷകൻ എന്ന ആപ്തവാക്യം സ്വീകരിച്ച് മാരാമൺ കൺവെൻഷനിലൂടെ കേട്ട ദൈവവചനത്തിൻ്റെ തീഷ്ണത ഉൾക്കൊണ്ടുകൊണ്ട് സഭയുടെ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ആദ്യത്തെ വിദേശ മിഷനായ പാലക്കാട് മിഷൻ 1924 സ്ഥാപിതമായി. ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹവും താല്പര്യവും മാത്രമാണ് ഇപ്രകാരം സുവിശേഷ പ്രവർത്തനങ്ങൾ വ്യാപരിക്കുവാനായിട്ടുണ്ടായ കാരണം. ആശ്രമം എന്ന വാക്കിൻ്റെ അർത്ഥം കഠിന പ്രയത്നം എന്നാണ്. ആശ്രമത്തിലെ അന്തേവാസികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിന് വേണ്ടി ഇപ്രകാരം കഠിന പ്രയത്നം ചെയ്യുന്നവരാണ്. അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായത്തിൽ പറയുന്നു, എല്ലാം അവർക്ക് പൊതുവായിരുന്നു എന്ന് പറയുമ്പോൾ ആശ്രമ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെയേറെ സത്യമാണ്. ക്രിസ്തുദാസ ആശ്രമത്തിലെ മുതിർന്ന ഡോക്ടറായിരുന്ന ഡോക്ടർ തമ്പി മാത്യുവും ആശ്രമ ജീവിതത്തിൻ്റെ ഓർമ്മകളെയും ദൈവസ്നേഹത്തെയും വിവരിക്കുകയുണ്ടായി. വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് ഇന്നും അടിയുറച്ച് ഈ സമൂഹം വിശ്വസിക്കുന്നു. ഞാൻ ഔദ്യോഗികമായി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ ജീവിതകാലത്തിൽ ക്രിസ്തുവിന് സാക്ഷിയായി തീരുവാനുള്ള ഒരു അഭിവാഞ്ചനിൽ മുളച്ചത് എൻ്റെ പ്രിയപ്പെട്ട മാതാവ് മുഖേനയാണ്. ക്രിസ്തുദാസ ആശ്രമത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായി അറിയാൻ സാധിച്ചത് ഞാൻ 1982 പാലക്കാട്ട് ജോലി സംബന്ധമായി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ്. അവിടെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ വാഞ്ചിച്ചു. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ജീവിക്കണമെന്നുള്ളതാണ്. എപ്രകാരമാണ് ഒരു സാക്ഷ്യ ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുന്നത്? ജീവിതത്തെ പ്രാർത്ഥനയാക്കുക എന്നതല്ല, മറിച്ച് പ്രാർത്ഥനയെ ജീവിതമാക്കുക. അതാണ് യഥാർത്ഥ സാക്ഷ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തുദാസ ആശ്രമത്തിൽ എനിക്ക് 12 വർഷം സേവനം ചെയ്യുവാൻ സാധിച്ചത് ഞാൻ വളരെ മഹത്വകരമായ അനുഭവമായി കാണുന്നു. മർത്തോമ സഭയിലെ തോമസ് മാർ തിമത്യോസ് തിരുമേനി ആഹ്വാനം ചെയ്ത പ്രകാരം ആയുസ്സിൻ്റെ ദശാംശം ദൈവത്തിന് കൊടുക്കണം എന്നുള്ള ആഹ്വാനം ഞാൻ സ്വീകരിച്ച് മനുഷ്യ ആയുസ് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് 120 സംവത്സരമാണ്. അതിൻ്റെ ദശാംശമായ 12 വർഷം ഞാൻ കുഴമന്നം വിജയ ഹോസ്പിറ്റൽ സൗജന്യ സേവനം ചെയ്യുവാൻ തീരുമാനിച്ചു. അങ്ങനെ 99 മുതൽ 12 വർഷക്കാലം ഞാൻ അവിടെ എൻ്റെ സേവനം നൽകി. അനേകം പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുവാനും അവരെ ദൈവത്തിൻ്റെ സ്നേഹത്തിലൂടെ വഴി നടത്തുവാൻ എനിക്ക് സാധിച്ചു എന്നത് എനിക്ക് ഏറെ അഭിമാനം തരുന്നു. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിന് പെൻഷൻ പറ്റിയത് 99-ലാണ്. അതിനുശേഷമാണ് ഞാൻ 12 വർഷം ഈ GBA ഹോസ്പിറ്റലിൽ ജോലി നോക്കിയത്. അവിടുത്തെ അന്തേവാസികളും ചുറ്റുപാടുമുള്ള ഗ്രാമത്തിലെ പാവപ്പെട്ട ജനങ്ങളും എന്നെ അർപ്പിച്ച വിശ്വാസത്തിന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലൂടെ ഞാൻ മറുപടി പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ദൈവസ്നേഹത്തിലേക്ക് അനേകരെ വഴി നടത്തുവാൻ ആ 12 വർഷം കൊണ്ട് എനിക്ക് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തുവാണെങ്കിൽ നാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. നാം നമുക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മുടെ സ്വാർത്ഥത മാത്രമേ നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ അത് അനേകരെ സ്നേഹിക്കുവാൻ ഇടയാക്കുന്നതുകൊണ്ട് ക്രിസ്തു പറഞ്ഞ ആ ഏക തത്വം, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുവിൻ എന്നുള്ളത് പ്രാവർത്തികമാക്കാൻ സാധിക്കും. അതാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിത ലക്ഷ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ അനേകം മഹാരഥന്മാർ ജോലി ചെയ്തിട്ടുണ്ട്. അനേക കുഞ്ഞുങ്ങളെ, നിർധനരായ കുഞ്ഞുങ്ങളെ, അനാഥരായ കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തിയിട്ടുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമാക്കുന്നത് മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുമ്പോഴാണ്. ആ ധന്യത നമുക്ക് നിത്യജീവൻ നേടിത്തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവരായി ജീവിക്കുക, അതാണ് ജീവിതത്തിലെ നമുക്കുള്ള ദൗത്യം. ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ എന്നെ അനുഗമിപ്പിൻ, ഞാൻ ചെയ്യുന്ന നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും എന്ന് ക്രിസ്തു പറഞ്ഞു. ഒരു എളിയ തോതിലെങ്കിലും നമുക്ക് ക്രിസ്തുവിനോട് ചേർന്നുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അതെത്ര ധന്യമാണ്. അതുകൊണ്ട് എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങൾ ക്രിസ്തുവിലേക്ക് വരിക. ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ആർക്കും ഒന്നിനും സമയമില്ല എന്ന ഒരു ധാരണയുണ്ട്. എന്നാൽ യഥാർത്ഥമായി നാം വിശ്വാസത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ. പാലക്കാടിനെ സ്നേഹിച്ച, സുവിശേഷത്തെ പ്രതി ജീവിതം മാറ്റിവെച്ച ഒരു തലമുറ കടന്നുപോയിരിക്കുന്നു. വാർദ്ധക്യത്തിൻ്റെ പടിവാതിൽക്കലെങ്കിലും അവശേഷിക്കുന്ന ആശ്രമാംഗങ്ങൾ ഉറകെട്ടുപോകാത്ത ഉപ്പായി ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് ഇന്ന് മുന്നോട്ടു പോകുന്നു. ക്രിസ്തുവിനെ പ്രതി കൊളുത്തിയ ഈ തിരിനാളം കാലത്തിൻ്റെ കാറ്റിൽ അണഞ്ഞു പോകാതെയിരിക്കട്ടെ. ഭക്തരായ ദൈവമനുഷ്യരെ ഇവിടേക്ക് വീണ്ടും വിളിച്ചു ചേർക്കാൻ സർവശക്തനായ ദൈവം ഇടവരുത്തട്ടെ. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും എൻ്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. കാൽവറി മാലയിൽ ക്രൂശിൽ മരിച്ചോരു രക്ഷാകനു സ്തോത്രം, ഇന്നും എന്നേക്കും എൻ്റെ രക്ഷാകനു സ്തോത്രം, ഇന്നും എന്നേക്കും. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും എൻ്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും എൻ്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും.